ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഈ റേഞ്ചിലേക്ക്, അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു സൈഡ് വേസിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതും, നമ്മൾ ആക്ച്വൽ ട്രേഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി വെച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ആക്ച്വലി മാർക്കറ്റ് 1% ഇടിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും 1% ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ടാണ് ഇടിഞ്ഞിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റ് ഇന്ന് അപ്സൈഡ് പോയിട്ട് വന്ന റാലി നോക്കുകയാണെങ്കിൽ, ഉച്ചയ്ക്ക് 12 ശേഷമുള്ള ഒരു റാലി നോക്കുകയാണെങ്കിൽ നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു തന്നത്. ഈ സെൽ ഓഫ് ക്യാൻഡിൽസ് നോക്കിയാൽ മതി, നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിനനുസരിച്ചാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളാണെങ്കിലും മാർക്കറ്റ് സെൽ ഓഫിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി മാർക്കറ്റ് 24,770 അല്ലെങ്കിൽ 24,850 വരെയൊക്കെ എന്ത് ചെയ്യാം, ഡെയിലി ക്യാൻഡിലിൽ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് എന്താണോ ബൈയിങ് ഉണ്ടായത് അതിന്റെ ഒരു 0.78% അല്ലെങ്കിൽ അത് കൂടുതൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലയിൽ വന്നിട്ടുണ്ട്. ഇനി ഈ വരുന്ന വീക്കിൽ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ മാർക്കറ്റ് ഇൻസൈഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നോ അതല്ലെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. എന്തായാലും ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, വലിയ റിവേഴ്സൽസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സിനാരിയോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താൻ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെറിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മൾ സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് എന്ത് ചെയ്തു, അവിടുന്ന് അങ്ങോട്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് എന്ത് ചെയ്ത് റിവേഴ്സിൽ വന്നത്. ചെറിയ രീതിയിലല്ല, പ്രീമിയത്തിലും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഒന്നാമത് വിക്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗിന്റെ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്തു, സെല്ലോപ്പ് തന്നു. ആ സെല്ലോപ്പിന് ശേഷം വീണ്ടും മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്കിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തു, സൈഡ് വൈസ് ആയി വീണ്ടും കണ്ടിന്യൂ ചെയ്തു. 25,462 അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഇനി ഞാൻ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു, നല്ല ഈ ഒരു മൂവ്മെന്റ് എത്ര പെർസെന്റേജ് നോക്കിയാൽ മതി. മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് 1.5% മൂവ് ചെയ്തതിനു ശേഷം ഏറ്റവും ടോപ്പിൽ നിന്ന് നല്ലൊരു സെല്ലോപ്പ്. കഴിഞ്ഞ ദിവസങ്ങളും നിഫ്റ്റി ആണെങ്കിലും അതിന് മുമ്പത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയും ഉണ്ടാക്കിയ സിനാരിയോ തന്നെയായിരുന്നു. ഇന്നും ആ ഒരു ട്രെൻഡ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കൺവേർട്ട് ആയിട്ടില്ല, കറക്റ്റായിട്ട് സെല്ലോഫ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. നാളെയും ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഈ 24,956 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മളെപ്പോഴും സെല്ലിംഗ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി കുറവാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 24,856, 24,788, 24,735 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെല്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബൈയിങ്ങിന് പ്രിഫർ ചെയ്യുന്നില്ല. ഇതിന് മുകളിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതേപോലെ ഇതിന് താഴെ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യും. എന്നിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യും, നാളെയും മറ്റന്നേയും ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ വെക്കുന്നത്. വലിയ ഗ്യാപ്പുകൾ ട്രേഡിന് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടും മുകളിലേക്കുള്ള ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. 1, 2 ഇനി നമുക്ക് ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റി ഇന്നലെ പറഞ്ഞ പോലെ മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. ഇന്ന് നിഫ്റ്റി ബാങ്കും സെയിം സിനാരിയോയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇന്നലത്തെ സപ്പോർട്ട് ലെവലായിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് ലെവലായിട്ടുള്ള 52,350 ആ ഒരു റേഞ്ചിലെത്തി, കറക്റ്റായിട്ട് ഈ സോണിലെത്തി എന്ത് ചെയ്തു, മാർക്കറ്റ് സെൽ ഓഫ് തന്നു. ഇതൊരു നോ ട്രേഡിംഗ് സോൺ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ ഇവിടെ എത്തിയിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത്, ഇതിന് മുകളിൽ എത്തിയിട്ട് മാർക്കറ്റ് അവിടെ സെൽ ഓഫ് തന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആയതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ട്രേഡ് കിട്ടിയത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഒരു പുട്സർക്ക് ഈ ഒരു ട്രേഡ് മാത്രമാണ് സത്യം പറഞ്ഞാൽ കിട്ടിയത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതും ഇവിടുന്ന് നമ്മൾ ട്രേഡുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നാളേക്ക് പ്ലാൻ ചെയ്യുന്നത്, ഇതിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ നാളെ മാർക്കറ്റ് വലിയ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം ആ ട്രെൻഡ് മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ക്ലോസിംഗിന്റെ അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെ പോകും എന്നുള്ളതുകൊണ്ട് ഓവറോൾ വ്യൂ ഡൗൺ സൈഡ് ആയതുകൊണ്ടും പിന്നീടുള്ള ട്രേഡുകളൊക്കെ ഡൗൺ സൈഡിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ ഫോക്കസ് ചെയ്യുന്നില്ല. വലിയ ഗ്യാപ്പ് അപ്പ് 52,350 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ,
ഇവിടെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ഔട്ട് തരാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം, അതല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ ഇന്നും അത്യാവശ്യം നല്ല സെൽ ഓഫ് തന്നത് മിഡ് ക്യാപ്പാണ്. നമുക്കറിയാം മിഡ് ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ കോൾ സൈഡ്ക്കാണെങ്കിലും പുട്ട് സൈഡ്ക്കാണെങ്കിലും അല്ലെങ്കിൽ മൂവ്മെന്റ് തരിക ഏറ്റവും കൂടുതൽ മിഡ് ക്യാപ്പ് ആണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മിഡ് ക്യാപ്പിൽ പ്രീമിയം മൂവ്മെന്റ് വളരെ കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ സെൻസെക്സോ മറ്റുള്ള സ്ക്രിപ്റ്റുകളോ വെച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പിൽ ഒരു പ്രീമിയം മൂവ്മെന്റ് കുറവായിരുന്നു. ഇന്ന് മിഡ് ക്യാപ്പിന്റെ മൂവ്മെന്റ് നോക്കിയാൽ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡൗൺ സൈഡ് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനും ഈ ഡബിൾ ബോട്ടത്തിന്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് റീടെസ്റ്റുകളിൽ എൻട്രികൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് നാളേക്കുള്ള മാർക്കറ്റ് അനാലിസിസ്. ഇനി മാർക്കറ്റ് അനാലിസിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് യുദ്ധ ഭീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിഫ്റ്റി അല്ല, സെബിയുടെ പുതിയ F&O റൂൾസും അല്ലെങ്കിൽ മറ്റുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പാടെ കാരണം മാർക്കറ്റ് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡ് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകൾക്ക് മാക്സിമം ഫോക്കസ് ചെയ്ത് ഹോൾ സൈഡിലെ ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ റിക്കവറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോൾ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലാത്ത സൈഡിൽ നമുക്ക് ഡൗൺ സൈഡിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഗ്യാപ്പ് അപ്പുകളും ഗ്യാപ്പ് ഡൗണുകളും എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം പ്ലാൻ ചെയ്യാം. വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സിനാരിയോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ക്വാണ്ടിറ്റി മാക്സിമം കുറക്കുക. കാരണം കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട്, കഴിഞ്ഞ 3 ആഴ്ച കൊണ്ടാക്കിയ അത്രയും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സെല്ലിംഗ് മാർക്കറ്റ് ഫാസ്റ്റ് ആണ് എന്നുള്ളത് അത് തന്നെയാണ് എന്തുള്ളത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, കാരണം ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മാർക്കറ്റ്. അപ്പോൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കണ്ട് എന്ത് ചെയ്യാം, സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. വിക്സും എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിക്സ് കൂടുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, പ്രീമിയത്തിൽ വർധന ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് ഇനി വിക്സ് 15ന്റെ മുകളിൽ അല്ലെങ്കിൽ 16ന്റെ മുകളിൽ വരുമ്പോൾ അടുത്ത മണി തന്നെ പ്രീമിയം എന്ത് ചെയ്യും, നന്നായിട്ട് സ്പൈക്ക് അടിച്ച് കയറും എന്നുള്ളതുകൊണ്ട് സെല്ലേഴ്സിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പ്രീമിയം കിട്ടും എന്നുള്ളതും ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. കോൾ സൈഡിൽ നല്ല പ്രീമിയം ഉണ്ട്. കോൾ സൈഡിലാണ് ഏറ്റവും കൂടുതൽ പ്രീമിയം ഇപ്പോൾ നിൽക്കുന്നത്. കോൾ സൈഡിൽ താരതമ്യേന കുറവാണ്. ട്രേഡുകൾ നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്യുക. സിംഗിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിങ്ങളുടെ റിസ്ക് നോക്കിയിട്ട് മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ പ്രീമിയം മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ മിനിമം 200 മുതൽ 400 വരെയൊക്കെ പ്രീമിയം സിംഗിൾ ലോട്ടിൽ പോലും കയറുന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.